ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എടുക്കുന്നത് ബെനിഫിഷ്യൽ ഇൻ്റർപ്രിട്ടേഷനാണ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ബെനിഫിഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. എന്താണ് ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ബെനിഫിറ്റ് അല്ലേ. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ച് ലെജിസ്ലേഷൻസ് ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബെനിഫിഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ബെനിഫിഷ്യൽ ലെജിസ്ലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് എന്തൊക്കെയുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലേബർ ലോസ്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ബെനിഫിറ്റ്സ് അല്ലേ. ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് കൊടുക്കുന്ന, അവർക്ക് ഫേവറബിൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ലോസ് ഒക്കെയാണ് ഈ പറയുന്ന വെൽഫെയർ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ലേബർ ലോസ് ആണെങ്കിൽ എന്താണ്? അവിടെ എംപ്ലോയീസിന്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്? കൺസ്യൂമേഴ്സിന്. അപ്പോൾ കുറച്ച് ക്ലാസ് ഓഫ് പീപ്പിളിന് അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ലോസ് ഒക്കെയാണ് ഈ വെൽഫെയർ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വെൽഫെയർ ലെജിസ്ലേഷൻസ് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ മേ ബി അതിൽ ടു പോസിബിൾ വ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഒരു വാക്ക് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിൽ രണ്ട് വശവും കാണും അല്ലേ. ഒന്ന് എന്താണ്, അവർക്ക് ബെനിഫിറ്റ് കിട്ടാത്തൊരു ഭാഗവും കാണും, ബെനിഫിറ്റ് കിട്ടിയ ഒരു ഭാഗവും കാണും. അങ്ങനെയാണെങ്കിൽ ബെനിഫിറ്റ് കിട്ടിയ ഭാഗം വേണം എന്ത് ചെയ്യാനായിട്ട്? മാക്സിമം എടുക്കാനായിട്ട് ബെനിഫിറ്റ് പോർഷൻ ആയിരിക്കണം. എന്നിട്ട് മിനിമൈസ് ദ ബേർഡൻ മിനിമൈസ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ എന്താ, അതൊരു വെൽഫെയർ ലെജിസ്ലേഷനാണ്. അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ മേ ബി ഒന്നിൽ കൂടുതൽ വ്യൂസ് വരുവാണ്, ഒരു വാക്കിൽ ഒന്നിൽ കൂടുതൽ അർത്ഥം വരുവാണെങ്കിൽ ഏതാണ് അർത്ഥം എടുക്കുമ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നത്, ആ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്നത്, ആ വാക്കായിരിക്കണം, ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കണം എന്തെടുക്കേണ്ടത്? ഈ പറയുന്ന ബെനിഫിഷ്യൽ ഇൻ്റർപ്രിട്ടേഷനിൽ ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു കേസും കൂടെ ഞാൻ പറയാം. വർക്ക്മെൻ ഓഫ് ഫയർസ്റ്റോൺ വേഴ്സസ് ദി മാനേജ്മെൻറ്റ്. വർക്ക്മെൻ ഓഫ് ഫയർസ്റ്റോൺ ടയർ ആൻഡ് റബ്ബർ കമ്പനി വേഴ്സസ് ദ മാനേജ്മെൻറ്റ്, 1973 AIR SC 1227. ആ കേസിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ഈ പറയുന്ന എംപ്ലോയീസ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? എംപ്ലോയീസിൻ്റെ അവരുടെ ബെനിഫിറ്റ്സിനും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ വ്യൂസ്, പോസിബിൾ വ്യൂസ് വരുവാണെങ്കിൽ ഏതാണ് ബെനിഫിറ്റ് കിട്ടുന്നത് അതിനെ എടുത്ത് ഈ എംപ്ലോയീസിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബേർഡൻ മിനിമൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ബെനിഫിഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ബെനിഫിഷ്യൽ എന്ന് വെച്ചാൽ ബെനിഫിറ്റ് കിട്ടുന്ന കുറച്ച് ലെജിസ്ലേഷൻ, ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് കിട്ടുന്ന കുറച്ച് ലെജിസ്ലേഷൻസ് ഉണ്ട്, വെൽഫെയർ ലെജിസ്ലേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലേബർ ലോസ്, അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്കറിയാം. ആ തരത്തിലുള്ള ഒരുപാട് ലോസും കാര്യങ്ങളും ഉണ്ട്, വെൽഫെയർ ലെജിസ്ലേഷൻസ്. അപ്പം അത് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ വ്യൂസ് ഒരു സ്റ്റാറ്റ്യൂട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ വരുവാണെങ്കിൽ ഏതാണ് ബെനിഫിറ്റ് കിട്ടുന്ന ഭാഗം അതായിരിക്കണം ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ബെനിഫിഷ്യൽ ഇൻ്റർപ്രിട്ടേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.